ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പര ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ മത്സരം തോറ്റ ശേഷം പിന്നീടുള്ള 3 മത്സരവും ജയിച്ചാണ് ഇന്ത്യ പരമ്പര നേടിയെടുത്തത്. 5ാം മത്സരവും ജയിച്ച് ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി മടക്കാനാവും ഇന്ത്യ ഇനി ആഗ്രഹിക്കുക എന്നുറപ്പാണ്. ഇത്തവണത്തെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നേട്ടം ഇന്ത്യയെ സംബന്ധിച്ച് സവിശേഷവും പ്രിയപ്പെട്ടുമാണ്. കാരണമെന്തെന്നു വെച്ചാൽ സീനിയർ താരങ്ങളായ പല പ്രമുഖരും ഇല്ലാതിരുന്നിട്ടും ഇന്ത്യക്ക് പരമ്പര നേടിയെടുക്കാൻ സാധിച്ചു എന്നതാണ്. വിരാട് കോഹ്ലി, മുഹമ്മദ് ഷമി, KL രാഹുൽ എന്നിവരൊന്നും ടീമിലില്ലായിരുന്നു. എന്നിട്ടും പരമ്പര നേടിയെടുക്കാൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനുമായി എന്നത് നിസ്സാര കാര്യമല്ല. യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറേൽ, സർഫറാസ് ഖാൻ, ശുഭ്മാൻ ഗിൽ എന്നിവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നതാണ് ഇന്ത്യയെ പരമ്പര നേട്ടത്തിലേക്കെത്തിച്ചത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ പരമ്പര നേട്ടത്തിൽ യുവതാരങ്ങളുടെ മികവിനെ പ്രശംസിച്ച സുനിൽ ഗവാസ്കർ വിരാട് കോഹ്ലിയെ പരോക്ഷമായി അയാളുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ചൂടുള്ള ചർച്ചയാവുകയും ചെയ്തു. സൂപ്പർ താരങ്ങളില്ലെങ്കിലും ഇന്ത്യ ജയിക്കുമെന്നും ആരും തങ്ങളില്ലെങ്കിൽ ഇന്ത്യ ജയിക്കില്ലെന്ന് കരുതേണ്ടെന്നുമാണ് ഗവാസ്കർ പറഞ്ഞത്. ഇത് വിരാട് കോഹ്ലിയെ പരോക്ഷമായി പരിഹസിക്കുന്നതായാണ് ആരാധകരുടെ വിലയിരുത്തൽ. സുനിൽ ഗവാസ്കർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഇന്ത്യ നിരവധി വലിയ പേരുകളില്ലാതെയാണ് മുമ്പ് ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയത്. ഗാബയിലും മെൽബണിലും അന്ന് ഇന്ത്യ ജയിച്ചു. 36 റൺസിന് ഓളോട്ടായിടത്തുനിന്ന് ടീം ഇന്ത്യ അന്ന് ഗംഭീര തിരിച്ചുവരവ് നടത്തി. ഋഷഭ് പന്താണ് ആ പരമ്പരയിൽ ഇന്ത്യയുടെ ഹീറോയായത്. ആ പരമ്പരയിൽ ഋഷഭ് പന്ത് അരമണിക്കൂർ ക്രീസിൽ തുടർന്നാൽ ഇന്ത്യ മത്സരം ജയിക്കുമെന്ന് തന്നെ പറയാമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ യുവതാരങ്ങൾ കസറിയതാണ് അന്നും ടീമിനെ പരമ്പര നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയും ഇത് ആവർത്തിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ശുഭ്മാൻ ഗിൽ, മുഹമ്മദ് സിറാജ്, നവദീപ് സൈനി, വാഷിംഗ്ടൺ സുന്ദർ, T നടരാജൻ എന്നീ 5 യുവതാരങ്ങൾക്കാണ് അരങ്ങേറ്റത്തിന് അവസരം നൽകിയത്. ഇപ്പോൾ രജത് പാട്ടീദാർ, സർഫറാസ് ഖാൻ, ധ്രുവ് ജുറേൽ, ആകാശ് ദീപ് എന്നിവർ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തി. ഇന്ത്യക്ക് ജയിക്കാൻ വലിയ പേരുകൾ വേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതുകൊണ്ടാണ്. ഏതെങ്കിലും വലിയ താരങ്ങൾ തങ്ങളില്ലാതെ ഇന്ത്യക്ക് ജയിക്കാനാവില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരമാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പരമ്പര. ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാന താരങ്ങൾ വിരാട് കോഹ്ലിയും KL രാഹുലും മുഹമ്മദ് ഷമിയുമാണ്. ഇതിൽ വിരാട് കോഹ്ലി രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഇടവേളെടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഷമിയും KL രാഹുലും പരിക്കിന്റെ പിടിയിലാണ്. എന്നാൽ ഗവാസ്കറിന്റെ വാക്കുകൾ വിരാട് കോഹ്ലിയെ ഉന്നം വെച്ചുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കോഹ്ലി ആരാധകരെല്ലാം ഗവാസ്കറിനെതിരെ തിരിയുകയാണ്. യുവതാരം യശസ്വി ജയ്സ്വാളിന്റെ ഗംഭീര പ്രകടനമാണ് ഇംഗ്ലണ്ട് പരമ്പര ഇന്ത്യയുടെ അലമാരയിലെത്തിക്കുന്നതിൽ നിർണായകമായത്. 2 ഇരട്ട സെഞ്ചുറി പ്രകടനം ഉൾപ്പെടെ ജയ്സ്വാളിന്റെ സർവാധിപത്യമാണ് പരമ്പരയിൽ കണ്ടത്. ശുഭ്മാൻ ഗിൽ 3ാം നമ്പറിൽ മെച്ചപ്പെട്ടു. 4ാം ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയോടെ ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ഗില്ലിനായി. ആകാശ് ദീപ് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുമായും തിളങ്ങി. പ്രതിഭയുണ്ടായിട്ടും നിരവധി തവണ ടീമിൽ ഇടം ലഭിക്കാതെ നീതി നിഷേധിക്കപ്പെട്ട സർഫറാസ് ഖാൻ 3ാം ടെസ്റ്റിൽ അരങ്ങേറിയപ്പോൾ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്തി. രജത് പാട്ടീദാർ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അല്പം പിന്നോട്ട് പോയത്. നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന പരമ്പര നേട്ടമാണിത്. യുവതാരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. ഇംഗ്ലണ്ടിന്റെ ശക്തമായ താരനിരയെ തന്നെയാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ ഗവാസ്കറുടെ വിലയിരുത്തലിനെ പിന്തുണക്കുന്നുണ്ടോ? അഭിപ്രായം കമന്റായി പങ്കുവെക്കൂ. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കും.